ലോകകപ്പിൽ ബ്രസീലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? അർജന്റീനയല്ല, ഫ്രാൻസ് അല്ല, സ്പെയിനല്ല, പോർച്ചുഗലല്ല. ബ്രസീലിൻ്റെ സ്വന്തം ചരിത്രമാണ്. കാരണം ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ ഭാരവും ബ്രസീൽ എന്ന രാജ്യത്തിൻ്റെ ജേഴ്സിയാണ്. ആ ജേഴ്സിയിൽ ഒരിക്കൽ പെലെ കളിച്ചു. ആ ജേഴ്സിയിൽ ഒരിക്കൽ റൊണാൾഡോ ലോകത്തെ വിസ്മയിപ്പിച്ചു. റൊണാൾഡീനിയോ പുഞ്ചിരിയിലൂടെ ഫുട്ബോളിനെ കലാരൂപമാക്കി. കക്ക സൗന്ദര്യത്തിന് വേഗത നൽകി. പിന്നീട് ഒരു ബാലൻ വന്നു. അവൻ്റെ പേര് നെയ്മർ. ഒരു രാജ്യം മുഴുവൻ അവൻ്റെ കാലുകളിലേക്ക് പ്രതീക്ഷ കൽപ്പിച്ചു. പക്ഷേ സമയം കടന്നുപോയി, വർഷങ്ങൾ മാറി, ലോകകപ്പുകൾ വന്നുപോയി. എന്നിട്ടും ബ്രസീലിൻ്റെ ആറാം നക്ഷത്രം ഇതുവരെ വന്നില്ല. 2002 തുടങ്ങിയ കാത്തിരിപ്പ് 2026 തുടരുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകകപ്പ് ബ്രസീലിന് ഒരു ടൂർണമെൻ്റ് മാത്രമല്ലാത്തത്. ഇത് ഒരു തലമുറയുടെ പരീക്ഷണമാണ്, ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ്, ഒരു ചരിത്രത്തിൻ്റെ തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ചില പേരുകളാണ്. ഒരു യുവതാരമാണ് എൻട്രിക്. പക്ഷേ ബ്രസീൽ ആരാധകരുടെ മനസ്സിൽ അവൻ ഭാവിയാണ്. പന്ത് കാലിൽ കിട്ടുമ്പോൾ കാണുന്ന ആ ധൈര്യം, വലിയ മത്സരങ്ങളെ പേടിക്കാത്ത ആ മനോഭാവം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. ലോകകപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പല ബ്രസീലിയൻ താരങ്ങളുടെയും യാത്ര ആരംഭിച്ചത് ഇത്തരത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ അടുത്ത കഥയും ഇവിടെ നിന്നായിരിക്കും തുടങ്ങുക. പക്ഷേ ഭാവി മാത്രം മതിയാകില്ല, വർത്തമാനവും വേണം. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാർട്ടിനെല്ലി പ്രധാനമാക്കുന്നത്. അദ്ദേഹം വെറും വിംഗർ മാത്രമല്ല, അദ്ദേഹം ഒരു തീയാണ്. ഓരോ സ്പ്രിൻറ്റിലും, ഓരോ ടാക്കിളിലും, ഓരോ ആക്രമണത്തിലും ബ്രസീലിനെ ജയിക്കാനുള്ള ആഗ്രഹവും കാണാം. ഒരു ടീം ക്ഷീണിച്ചാൽ അത് വീണ്ടും ഉണർത്തുന്ന ഊർജ്ജമാണ് മാർട്ടിനെല്ലി. അതുപോലെ തന്നെ മത്യൂസ് കുഞ്ഞ. മറ്റുള്ളവർ പന്ത് കാണുമ്പോൾ അദ്ദേഹം സ്പേസ് കാണുന്നു. മറ്റുള്ളവർ ഓടുമ്പോൾ അദ്ദേഹം അടുത്ത നിമിഷം ചിന്തിക്കുന്നു. ചില താരങ്ങൾ ഗോളടിക്കും, ചില താരങ്ങൾ ഗോൾ സൃഷ്ടിക്കും. എന്നാൽ ഇദ്ദേഹം രണ്ടും ചെയ്യാൻ കഴിവുള്ളവനാണ്. എന്നാൽ ലോകകപ്പ് ചരിത്രം പറയുന്നത് മറ്റൊരു കാര്യവുമാണ്. വലിയ കിരീടങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിത നായകന്മാരാണ് നേടിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ലൂയിസ് ഹെൻറിക്, ഇഗോർ തിയാഗോ, റയാൻ എന്നിവരുടെ പേരുകളും ബ്രസീലിന് വിലപ്പെട്ടതാകുന്നത്. ഇന്ന് അവർ വലിയ വാർത്തകളല്ല, പക്ഷെ നാളെ അവർ ലോകകപ്പ് ഫൈനലിലെ നായകന്മാരായേക്കാം. കാരണം ഫുട്ബോൾ എല്ലായ്പ്പോഴും യുക്തി പിന്തുടരുന്നില്ല, ചിലപ്പോൾ അത് അത്ഭുതങ്ങളെ പിന്തുടരാം. ഈ കഥയിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റാരാണ്? ഒരു പേര് മാത്രം, വിനീഷ്യസ് ജൂനിയർ. ഇന്ന് ലോക ഫുട്ബോളിലെ ഡിഫൻഡർമാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന താരങ്ങളിൽ ഒരാൾ. അവൻ ഓടുമ്പോൾ സമയം പോലും അവനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നും. ഒരു ഡ്രിബിൾ, ഒരു സ്പർശം, ഒരു നിമിഷം, അത്ര മതി മത്സരത്തിൻ്റെ കഥ മാറാൻ. വിനീഷ്യസ് വെറും താരമല്ല, അവൻ ബ്രസീലിൻ്റെ പ്രതീക്ഷയുടെ വേഗതയാണ്. ഒരു ഇടങ്കാലം കളിക്കാരനുണ്ട് ബ്രസീലിൻ്റെ സ്ക്വാഡിൽ. ഒരു സെക്കൻഡ് മതി മത്സരം കത്തിക്കാൻ. റഫീഞ്ഞ. വേഗത, ഡ്രിബിളിംഗ്, അപകടകരമായ ഷോട്ടുകൾ. അവൻ പന്ത് കാലിൽ പിടിച്ചാൽ സ്റ്റേഡിയം മുഴുവൻ പ്രതീക്ഷയോടെ നോക്കും. കട്ട് ഇൻ ചെയ്തടിക്കുന്ന ഓരോ ഷോട്ടുകൾ, ഡിഫൻഡർമാർക്ക് പേടി വരുത്തുന്ന ഓരോ അസിസ്റ്റുകൾ, ഫ്രീ കിക്കുകൾ, ഗോളുകൾ എല്ലാം അവൻ്റെ കളിയിലുണ്ട്. ബ്രസീലിൻ്റെ ആക്രമണത്തിലെ പ്രധാന ആയുധമാണ് റഫീനിയ. പക്ഷേ ഇതുവരെ പറഞ്ഞ എല്ലാ കഥകളെക്കാളും വലിയൊരു കഥ ഇനിയും ബാക്കിയുണ്ട്. കാരണം ഈ ടീമിൻ്റെ ഹൃദയം ഇപ്പോഴും ഒരാൾ തന്നെയാണ്. നെയ്മർ ജൂനിയർ അല്ല, ബ്രസീലിൻ്റെ സുൽത്താൻ. ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ ചുമന്ന മനുഷ്യൻ, ഒരു രാജ്യത്തിൻ്റെ കണ്ണുനീർ കണ്ട മനുഷ്യൻ. 2014 പരിക്ക് കാരണം തകർന്ന സ്വപ്നം, 2018 അവസാനിച്ച പ്രതീക്ഷ, 2022 വീണ്ടും തകർന്ന ഹൃദയം. ഓരോ ലോകകപ്പും നെയ്മറിന് ഓരോ മുറിവ് നൽകി. പക്ഷെ ഒരു കാര്യം പോലും അവനിൽ നിന്ന് എടുത്തില്ല, പ്രതീക്ഷ. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നത്, വീണ്ടും പോരാടുന്നത്, വീണ്ടും സ്വപ്നം കാണുന്നത്. കാരണം ചില സ്വപ്നങ്ങൾ തോൽവികൾ കൊണ്ട് മരിക്കില്ല. 2026 ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പാണ്, അവസാന അവസരമാണ്, അവസാന യുദ്ധമാണ്, അവസാന നൃത്തമാണ്. അദ്ദേഹം ട്രോഫി ഉയർത്തിയാൽ അതൊരു താരത്തിൻ്റെ വിജയം മാത്രമാകില്ല, 24 വർഷമായി കാത്തിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ വിജയമാകും. പക്ഷേ ഫുട്ബോൾ ക്രൂരമാണ്. അവിടെ ആരുടെയും കഥയ്ക്ക് ഉറപ്പുള്ള അവസാനമില്ല. ഒരു ചെറിയ തെറ്റ്, ഒരു പെനാൽറ്റി, ഒരു നിമിഷം മതി. അതിനാൽ ചോദ്യം ഇപ്പോഴും അതുതന്നെയാണ്. എൻട്രിക്കിൻ്റെ ഭാവി, മാർട്ടിനെല്ലിയുടെ തീ, കുഞ്ഞയുടെ ബുദ്ധി, റഫീഞ്ഞയുടെ മാജിക്, വിനീഷ്യസിൻ്റെ കൊടുങ്കാറ്റ്, സുൽത്താൻ നെയ്മറിൻ്റെ അവസാന സ്വപ്നം. ഇവയെല്ലാം ഒരുമിച്ച് ബ്രസീലിൻ്റെ ആറാം നക്ഷത്രമായി മാറുമോ? അല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രം മറ്റൊരു ബ്രസീലിയൻ ഹൃദയഭേദക കഥ കൂടി എഴുതുമാണോ? ലോകം കാത്തിരിക്കുന്നു, ബ്രസീൽ കാത്തിരിക്കുന്നു, ചരിത്രം കാത്തിരിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഒരു മനുഷ്യനാണ്. ലോകകപ്പ് ട്രോഫിയിലേക്ക് നോക്കി നിൽക്കുന്ന ആ സുൽത്താൻ.
കാരണം അവൻ്റെ കണ്ണുകളിൽ ഇന്നും ഒരേ ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണ ബ്രസീലിനെ ഞാൻ വീട്ടിലേക്ക് കിരീടവുമായി തിരികെ കൊണ്ടുവരുമോ? 2026 ഉത്തരം പറയാൻ അവർ വരുന്നു.